നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 1-2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാനമായ വിഷയം ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ആ വിഷയം തന്നെയാണ്. സാധാരണയായിട്ട് ഇത്തരമൊരു ഒരു ജീവഹാനിയൊക്കെ സംഭവിക്കുമ്പോൾ ആ ബോഡി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യൻ എംബസിയും ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയും അധികൃതരുമൊക്കെ ചേർന്ന് ഒരുമിച്ച് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് എത്രയും വേഗം ആ കുട്ടിയുടെ ബോഡി ദില്ലിയിൽ നിന്നും ഹരിപ്പാടേക്ക് എത്തിക്കാനും അത് റീപോസ്റ്റ്മോർട്ടം ചെയ്യാനും നിയമപരമായുള്ള നടപടികൾ ഇവിടെ തുടങ്ങി വയ്ക്കാനും അതിൻ്റെ മാതാപിതാക്കൾക്ക് ബന്ധുക്കൾക്കും പോലീസിൽ പരാതി നൽകി FIR ഇടാനും ഒക്കെ സാധിച്ചു. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കല്ലുകടിയില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്കറിയേണ്ടത് സാവരിയ ബസന്തിനെ വെറുമൊരു നിമിഷ നേരത്തെ വൈരാഗ്യം കൊണ്ട് പ്രതിയായ സദറുൽ അനം എന്ന പെരിന്തൽമണ്ണക്കാരൻ തൻ്റെ ലാപ്ടോപ്പ് കൊണ്ട് അടിച്ചു വീഴ്ത്തിയതാണ്. അങ്ങനെ അല്ല എന്ന് തന്നെയാണ് സാവരിയയുടെ സഹപാഠികൾ നൽകിയിരിക്കുന്ന മൊഴി. സാവരിയുടെ അടുത്ത ബന്ധു അമ്മയുടെ സഹോദരി ഭർത്താവ് നേരിട്ട് ചെന്ന് ആണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തോട് അവിടുത്തെ കുട്ടികൾ പറഞ്ഞതൊക്കെ ഹൃദയഭേദകമായ കാര്യങ്ങളാണ്. അതിക്രൂരമായ മർദ്ദനത്തിന് കുട്ടി ഇരയായിരുന്നു. പിന്നെ സാവരിയയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ അറിയാം, സാവരിയയും ഈ പ്രതിയായ സദറുൽ അനമിൻ്റെ പെരിന്തൽമണ്ണയിലെ വീട്ടുകാരുമായി സംസാരിച്ചിട്ടുണ്ടോ ഇല്ലയോ, എത്ര തവണ സംസാരിച്ചു, അത് എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നോ, എന്തൊക്കെയാണ് സദറുൽ അനമിൻ്റെ കുടുംബം സാവരിയോട് നേരിട്ട് സംസാരിച്ചിരുന്നത്. ദുരൂഹത എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ കേരളത്തിലെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. നമസ്കാരം പ്രശാന്ത്ജി. നമസ്കാരം. ശരിക്കും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നവവധു ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന ഒന്നല്ല രണ്ടല്ല നിരവധി സംഭവങ്ങൾ, പാമ്പിനെ കൊണ്ടുപോലും കടിച്ച് കൊലപ്പെടുത്താൻ തക്ക മൃഗീയമായ മനസ്സുള്ള നമ്മുടെ യുവ തലമുറ, അതുപോലെ തന്നെ പലതരത്തിലും ഗാർഹിക പീഡനങ്ങൾ, അങ്ങനെ നിരവധി. അതിനു അപ്പുറം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു ഒരു ലവ് ജിഹാദ്, അല്ലേ? ഇല്ല എന്ന് പലരും പറയുമ്പോഴും സിറോമലബ് സഭയിലെ പാലാ ബിഷപ്പടക്കം ഒരു വർഷം മുമ്പ് വളരെ ശക്തമായി ഈ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ നിരവധി സൈബർ ആക്രമണങ്ങളടക്കം നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഉണ്ട് എന്ന് തന്നെ തറപ്പിച്ച് പറയേണ്ടി വരും നമുക്ക്. കാരണം അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും, വർഗീയത പറയാൻ പാടില്ലെങ്കിലും, ഇത് വർഗീയതയല്ല, ഇങ്ങനെ ഒരു ജിഹാദ് ഇവിടെ കേരള സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ ആപത്താണ്. അതെ. അതായത് ഈ സാവരിയുടെ മരണം നമ്മളെല്ലാവരും അറിഞ്ഞത് ഈ പറഞ്ഞതുപോലെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചു, പെട്ടെന്ന് വഴക്കുണ്ടായി, പ്രകോപനം ഉണ്ടായി. അപ്പോൾ ഈ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ ഈ സദറുൽ അനം അയാളുടെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ജ്യേഷ്ഠൻ ഡോക്ടറാണ്, മികച്ച കുടുംബ പശ്ചാത്തലം, ഉന്നത വിദ്യാഭ്യാസം ഒക്കെ നേടി വന്ന ആളാണ്. ആള് ലാപ്ടോപ്പ് കൊണ്ട് ഈ പെൺകുട്ടിയുടെ തലക്കടിച്ചു, അങ്ങനെ പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പെൺകുട്ടി ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിയേറ്റല്ല മരിച്ചത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിക്രൂരമായി ഈ കുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. നെഞ്ചത്ത് നിരവധി തവണ ഷൂസ് പോലെയുള്ള ഏതോ ചെരുപ്പ് കൊണ്ട് ചവിട്ട് നല്ല ആഞ്ഞു തൊഴിച്ചിരിക്കുകയാണ് നെഞ്ചത്ത്. തല മുതൽ പാദം വരെ മാരകമായ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ ഈ വിദ്യാർത്ഥികൾ നൽകുന്ന, സഹപാഠികൾ നൽകുന്ന മൊഴി അനുസരിച്ച് ബഹളം കേട്ട് ഇവരവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ മുറിവേറ്റ് വളരെ അത്യാസന്ന നിലയിലായ പെൺകുട്ടിയാണ് കാണുന്നത്. അങ്ങനെയാണ് ഇവർ കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. കൊലപാതകം തന്നെയൊന്നുമില്ല, ശരിക്കും ആസൂത്രിതമായ കൊലയാണ്, അബദ്ധത്തിൽ പറ്റിയതൊന്നുമല്ല. അങ്ങനെ ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ കുട്ടി മരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഉസ്ബെക്കിസ്ഥാനിലെ ആ യൂണിവേഴ്സിറ്റിയിലാണ്
ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. അപ്പം പുറത്തു വരുന്ന ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ യൂണിവേഴ്സിറ്റിയെയും അവിടുത്തെ ഹോസ്റ്റലിനെയൊക്കെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ചില ഏജൻറ്റുകളാണ്. അതാണ് ഏറ്റവും പുതിയ വിവരം. ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ഏജൻറ്റുകൾ, ഇന്ന് വർത്തമാനപത്രങ്ങളിലൊക്കെ ഇത് ചർച്ചയായിട്ടുണ്ട്, ഈ വിവരം പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഏജൻറ്റുകളാണ് ഈ ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റ്, അതായത് മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ ഏതാണ്ട് വലിയ തുക ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ്, ഏജൻറ്റിന് കൊടുത്തിട്ടാണ് ഈ കുട്ടി അവിടെ പഠിക്കാൻ പോയത്. അത് ആ കുട്ടിക്ക് MBBS ഇവിടെ സീറ്റ് കിട്ടാത്തത് കൊണ്ട് അത് ഡോക്ടറാകണം എന്ന അദമ്യമായ ആഗ്രഹം നിമിത്തം നിർബന്ധിച്ച് വീട്ടുകാരെ കൊണ്ട് പൈസ ചിലവാക്കിച്ച്, അങ്ങനെയാണ് ഈ വീട്ടുകാർക്ക് ഈ കുട്ടിയെ വിടാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ സാവരിയ ഡോക്ടറാകണമെന്നുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം. നമുക്കറിയാം ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ അങ്ങനെ റഷ്യയിലും മറ്റുമൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന കുട്ടികളുണ്ട്, സ്കോളർഷിപ്പോട് കൂടി പഠിക്കുന്ന കുട്ടികളുണ്ട്. എനിക്കറിയാവുന്ന താജിക്കിസ്ഥാനിലുണ്ട്. എനിക്കറിയാവുന്ന കുട്ടി നന്നായിട്ട് പഠിച്ച് ചൈനയിൽ പോയി പഠിക്കുന്ന കുട്ടികൾ, 6 വർഷം ഇപ്പോൾ 6 വർഷം ചൈനയിൽ പോയി MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വീട്ടുകാർ വിട്ടത്. ഈ സഹപാഠികൾ നൽകുന്ന വിവരം അനുസരിച്ച് ഈ സദറുൽ അനമും സാവരിയ ബസന്തും തമ്മിൽ അടുപ്പമുണ്ടായി, വലിയ സൗഹൃദമായിരുന്നു ഇവർ തമ്മിൽ. പക്ഷേ ആ സൗഹൃദം എപ്പോഴാണ് പ്രണയത്തിലേക്ക് വഴിമാറിയത്, എങ്ങനെയാണത് പ്രണയമായി മാറിയത് എന്നൊക്കെ ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ സമയമേ ആയുള്ളൂ. ഡിസംബറിലാണ് ഏതാണ്ട് 6 മാസമേ ആകുന്നുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഈ കുട്ടിയെ എങ്ങനെയോ ഇവൻ വളച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഈ സദറുൽ അനത്തിൻ്റെ കുടുംബാംഗങ്ങൾ വരെ ഈ കുട്ടിയായിട്ട് സംസാരിക്കുമായിരുന്നു. ജന്മഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഈ സദറുൽ അനത്തിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളൊക്കെ ഈ കുട്ടിയെ മതം മാറുന്നതിന് നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ വാർത്തയിലുണ്ട്. നമുക്ക് പോലീസ് വേണം ഇതെല്ലാം സ്ഥിരീകരിക്കേണ്ടത്. അങ്ങനെ നിർബന്ധിച്ചു. ഈ കുട്ടി, ഇത് വീട്ടുകാരിത് വളരെ ശക്തമായിട്ട് ആരോപിക്കുന്നുണ്ട്. ചാനലുകളിലൊക്കെ വന്നു, ഈ വീട്ടുകാരുടെ ബൈറ്റ് വന്നു കഴിഞ്ഞു. ഈ കുട്ടി അതിന് തയ്യാറല്ല. ഈ കുട്ടി വളരെ പിന്നെ എന്താ പറയുക, ഈ ദൈവവിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ശ്രദ്ധയും ഒക്കെയുള്ളൊരു കുട്ടിയാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു കുട്ടി പ്രണയത്തിന് വേണ്ടി മതം മാറാൻ തയ്യാറാവില്ല. പ്രത്യേകിച്ചും ഈ പുതിയ ജനറേഷൻ, അവർക്ക് അവർക്ക് നിലപാടുകളുണ്ട്. അവരൊന്നും അങ്ങനെ വഴങ്ങില്ല അതിനൊന്നും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർ തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും. അതായത് ഈ പെൺകുട്ടി മതം മാറില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ സദറുൽ അനം പെൺകുട്ടിയുമായിട്ട് വഴക്കിട്ടു. ആ പെൺകുട്ടി സ്വാഭാവികമായിട്ട് ഇവനിൽ നിന്ന് അകന്നു തുടങ്ങി. കാരണം ഇവൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് കുട്ടിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇവനുമായിട്ട് അകന്നു തുടങ്ങിയിട്ടുണ്ടാവും. ആ അകൽച്ചയാണ് ഇവനെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചത്. സംഗതി വളരെ ലളിതമാണ്. എന്തായാലും ഇവിടുന്ന് സാവരിയയുടെ അമ്മയുടെ അനുജത്തിയുടെ ഭർത്താവാണ് അവിടെ പോയത് മൃതദേഹം ഏറ്റുവാങ്ങാൻ. അവിടെ അയാൾ ഈ സ്മിത പന്ത് എന്ന് പറയുന്ന എംബസിയിലെ ഉദ്യോഗസ്ഥ, അവരുമായിട്ട് സംസാരിച്ചു. അവർ ഈ സഹപാഠികളോട് സംസാരിച്ചു. ഈ സഹപാഠികൾ വളരെ കൃത്യമായിട്ട് അവർക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞതുപോലെ അടികൊണ്ടൊന്നുമല്ല, തലക്കടിയേറ്റല്ല മരിച്ചിരിക്കുന്നത്. അതിക്രൂരമായ ശാരീരിക പീഡനം അതിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ സ്പോയിൽ ചെയ്തിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും പീഡനം നടന്നിട്ടുണ്ടോ എന്നൊന്നും വ്യക്തമല്ല. അതൊക്കെ ഇനി ഭാവിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ വളരെ കൃത്യമായ ഒരു അന്വേഷണം എംബസിയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എംബസി ഈ വിഷയത്തെ വളരെ ഇതായിട്ടെടുത്ത്, കാരണം രണ്ടുപേരും മലയാളികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എംബസിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പ്രതി കസ്റ്റഡിയിലാണെന്നേ ഉള്ളൂ. ഏതാണ്ട് 20 ദിവസം എടുക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അവിടെ ഇതായി ലാബ് പരിശോധന എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരാൻ. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രതിയുടെ നേർക്ക് നടപടികൾ ആരംഭിക്കുകയുള്ളൂ. അതുവരെ കസ്റ്റഡിയിലാണ്. അവിടുത്തെ രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ പറഞ്ഞതുപോലെ വലിയ ഒരു മതം മാറ്റ ശ്രമം
ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഈ വീട്ടുകാരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ സദർ യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ പ്രവേശനവും അവിടുത്തെ കാര്യങ്ങളും ഹോസ്റ്റലും അടക്കം പാക് ഏജന്റുമാരുടെ നിയന്ത്രണത്തിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ നിന്നും ഈ കുട്ടിയെ ഇവരെ അങ്ങോട്ടേക്ക് അയച്ച ആ റിക്രൂട്ടിംഗ് ഏജൻസി, തീർച്ചയായിട്ടും ഇതെല്ലാം വളരെ ആ ഏജൻസിയുടെ പങ്ക് എന്താണ്? ആ ഏജൻസിയും ഇവരും തമ്മിലുള്ള അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോ ഇത് മുമ്പ് ഞാൻ മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ സംശയാസ്പദമായ നിരവധി വിവരങ്ങൾ വരികയും ഞാനത് വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബുഖാര ഈ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. അപ്പോൾ ഇവിടെ ഈ കുട്ടികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഏജൻറ്റുമാരാണ് ഈ ഹോസ്റ്റലുകൾ നിയന്ത്രിക്കുന്നത്, ഈ പാക് ഏജൻറ്റുമാർ. അങ്ങനെ ആ ഹോസ്റ്റലുകളിൽ ആരോടൊക്കെ ഇടപഴകണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു എന്താ പറയുക, അതൊക്കെ അവിടെ പ്ലാൻ ചെയ്യുന്നത് അവരാണ്. അങ്ങനെ വളരെ കൃത്യമായിട്ട്. മാത്രമല്ല ഈ അഡ്മിഷൻ കിട്ടുന്ന പെൺകുട്ടികൾ കൂടുതലും മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് ഭൂരിഭാഗം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെ അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ പുറകിൽ ഈ പാക് ഏജൻസിക്ക് വലിയ പങ്കുണ്ട് എന്നാണ് അവിടെ നിന്ന് ഈ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥയുണ്ടല്ലോ സ്മിത പന്ത്, അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏജൻസിയെയും ഇതിനെയെല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ എംബസി. അവിടെ ഈ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടികളെ ഈ പറയുന്ന മുസ്ലിം പയ്യന്മാരുമായിട്ട് അടുത്തിടപഴകാനുള്ള സൗകര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുന്നുണ്ടോ, ഇതൊക്കെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള പല ഏജൻറ്റുമാരും ഈ വിദേശ പഠനത്തിന് സഹായിക്കുന്നു, വിദേശ പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്നു എന്ന് പറഞ്ഞ് ഇതിപ്പോഴൊന്നുമല്ല, വളരെ പണ്ട്, അതായത് 2005, 2006 ആ കാലം തൊട്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരല്ലേ, നമുക്കും വിവരങ്ങൾ കിട്ടുമല്ലോ, വാർത്തകളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അന്ന് തൊട്ടേ ഇതിനെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ഇത്തരം മൂന്നാം ലോക രാജ്യങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും ഇന്ത്യയുടെ അത്ര പോലും ഡെവലപ്ഡ് അല്ല. അപ്പോൾ അവർ ഈ വിദേശത്തുനിന്ന് കുട്ടികൾ വന്ന് പഠിക്കാനുള്ള സൗകര്യം, അപ്പോൾ അത് പണം ഉദ്ദേശിച്ച് തന്നെയാണ്. അവിടെ കോളേജിലെ ഫീസ്, തലവരിപ്പണം, ഹോസ്റ്റൽ ഫീസ് അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തുകയാണ്. നമുക്കത് വലിയ തുകയല്ല. ഇവിടെ പക്ഷേ ഒരു മെഡിക്കൽ സീറ്റിന് മാനേജ്മെൻറ്റ് കോട്ടയിൽ വലിയ തുകയാണ്. അതായത് ചിലപ്പോൾ 1 കോടി രൂപ വരെയൊക്കെ തലവരിപ്പണം കൊടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ NRI കോട്ടയിൽ വലിയ ഫീസാണ് അല്ലേ. അപ്പോൾ അതൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു 20 ലക്ഷം രൂപ കൊടുത്ത് അഡ്മിഷൻ കിട്ടുന്നു എന്ന് പറയുമ്പം ഈ 1 കോടിയുടെ 5-1 ആകുന്നുള്ളൂ. തീർച്ചയായിട്ടും മറ്റേ എല്ലായിടത്തും ഫീസ് കൊടുക്കണം, ഫീസ് വേറെ. പക്ഷേ ഇത് തലവരിപ്പണം 1 കോടി രൂപ കൊടുക്കേണ്ടിടത്ത് 20 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അത് ലാഭമാണ്. തലവരിപ്പണവും ഫീസും ഒക്കെ ഉയർന്ന ഇതാണ്. അപ്പോൾ ഇതാണ് ഈ ഇത്തരം ആൾക്കാരെ, കുറച്ച് ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ഉള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അച്ഛനൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള വീട്ടിലെ കുട്ടികളെ, അച്ഛൻ സാധാരണ ജോലി ചെയ്യുന്നു ഗൾഫിൽ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു പഠനത്തിന് പ്രേരിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ. കേരളത്തിൽ ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ, ഇത് ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ മതപരിവർത്തന ശ്രമങ്ങളൊക്കെ കേരളത്തിൽ ദുഷ്കരമായി എന്ന് കണ്ടിട്ട് പുതിയൊരു സ്ട്രാറ്റജി, അതായത് കേരളത്തിൽ നിന്നും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇതര മതസ്ഥരായ പെൺകുട്ടികളെയൊക്കെ ഇതുപോലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളുമല്ല, ഇതേപോലുള്ള മറ്റ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് മാറ്റി അവിടെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ഈ കുട്ടികളുടെ മനസ്സ്, ഇവർ കുട്ടികളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഏജൻറ്റും ഇതുണ്ടല്ലോ റിക്രൂട്ടിംഗ് ടീമുകൾ, അവർ കുട്ടികളെ വിളിച്ച് അവർക്ക് ഓരോ ഫെസിലിറ്റീസ് ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റി അവരെ കൊണ്ട് ഇതിനെ റെഡിയാക്കി പോകാനായിട്ട്, അങ്ങനെ എത്തിച്ച് അവിടെ ഈ ഒരു ജിഹാദിസം നടപ്പാക്കാനുള്ള ഒരു ഗൂഢനീക്കം തന്നെ അവിടെ അതിനുള്ള ഒരു, അതായത് ഇപ്പോൾ കേരളത്തിലൊക്കെ ഇത് ഈ ലവ് ജിഹാദും മറ്റുമൊക്കെ വലിയ അവയർനെസ് ഉണ്ട് കേരളത്തിനകത്തും പുറത്തും. ഉത്തരേന്ത്യയിലൊക്കെ ഇത് വളരെ അപൂർവമായിട്ടേ സംഭവിക്കുന്നുള്ളൂ. അതിന് കാരണങ്ങളുണ്ട്. ഇവിടെ കേരളത്തിൽ അതേസമയം ഇപ്പോൾ ഇത് വാർത്തയൊക്കെയായി വലിയ ചർച്ചയൊക്കെയായി വന്നതുകൊണ്ട്
മാത്രമല്ല പലരും ഇപ്പം ആട് മേയ്ക്കാൻ പോയിട്ട് സിറിയയിലേക്ക് പോയിട്ട് അഫ്ഗാൻ ജയിലിലൊക്കെ കിടക്കുന്നവരുടെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വളരെ രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഇതിന് വലിയ ഒരു വളക്കൂറ് ഉള്ള മണ്ണല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ ചെറിയ ഫീസിൽ പോയി പഠിക്കാം അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ആപത്താണ്. വളരെ കൃത്യമായിട്ട് ഈ റിക്രൂട്ടിംഗ് ഏജൻസികളെ നിരീക്ഷണത്തിലാക്കണം. ഇവരുടെ ബന്ധങ്ങൾ ഇവർക്ക്, കാരണം ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് എപ്പോഴും അബ്രോഡുമായിട്ട് ബന്ധം വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇവരാരെയാണ് ബന്ധപ്പെടുന്നത്, ഇവരാരിൽ നിന്നൊക്കെ പണം സ്വീകരിക്കുന്നുണ്ട് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണ ഏജൻസികൾ, അത് കേവലം പോലീസ് മാത്രമല്ല, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ ഈ കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തണം. വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഈ പറയുന്നത് പോലെ ഉസ്ബെക്കിസ്ഥാനിലെ ഈ യൂണിവേഴ്സിറ്റി, അവിടുത്തെ ഹോസ്റ്റലൊക്കെ നിയന്ത്രിക്കുന്നത് പാക് ഏജൻറ്റുമാരാണോ? അങ്ങനെയെങ്കിൽ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിവരം ഈ എംബസി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് തുടങ്ങി അവർക്ക് കുട്ടികളുടെ കയ്യിൽ ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, തെളിവുകളുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. വളരെ കൃത്യമായിട്ട് ലോകത്തെവിടെ പോയാലും ഇന്ന് ഇന്ത്യക്കാർക്ക് വലിയ പരിഗണനയുണ്ട്, വലിയ ആദരവുണ്ട്. അതിന് കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ സംവിധാനങ്ങളെ മുഴുവനും ഉപയോഗിച്ച് നമ്മുടെ കുട്ടികൾ, പഠിക്കാൻ പോകുന്ന കുട്ടികൾ അങ്ങേയറ്റം സുരക്ഷിതരായിട്ട് അവിടെ പഠിക്കണം. അവർ പഠിച്ച് ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി തിരിച്ചു നാട്ടിലേക്ക് വരണം. അതാണ് വേണ്ടത്. അതിനുള്ള സാഹചര്യം ഒരുക്കണം. അതിൽ അന്വേഷണ ഏജൻസികൾ ഒരലംഭാവവും കാണിക്കരുത്, വളരെ ശക്തമായിട്ട്. അതുപോലെ തന്നെ ഈ പയ്യൻ്റെ, ഈ സദറുൽ അനത്തിൻ്റെ രക്ഷാകർത്താക്കൾ ഈ കുട്ടിയെ മതം മാറാൻ പ്രേരിപ്പിച്ചു എന്നുള്ള ആരോപണമുണ്ട്. അത് വിശദമായിട്ട് അന്വേഷിക്കണം. അവർക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ, ഇതൊക്കെ വളരെ ആഴത്തിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അയാൾ അവിടെ ജയിലിലാണെങ്കിലും ബന്ധുക്കളൊക്കെ ഇവിടെ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ ഫോണ് അവിടെ ഇപ്പോൾ ഈ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കയ്യിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് കിട്ടിയ വിവരങ്ങൾ വ്യവസ്ഥയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഫോണൊക്കെ എത്രയും പെട്ടെന്ന് എംബസി വഴി കൊണ്ടുവരണം, ഇങ്ങോട്ടേക്ക് എത്തിക്കണം. കേരള പോലീസ് അത് വളരെ വിശദമായിട്ട് ആഴത്തിൽ അന്വേഷിക്കണം. എന്തായാലും ഇവിടുത്തെ ദേശീയ അതെ NIA പോലുള്ള ഒരു ഏജൻസിയാണ് ഇത് അന്വേഷിക്കേണ്ടത്. കാരണം ഇന്ത്യക്ക് പുറത്ത് നടന്ന ഒരു സംഭവമാണ്. കേവലം ഇത് കേരള പോലീസ് മാത്രം അന്വേഷിച്ചാൽ പറ്റില്ല. പാക് ബന്ധം കൂടി ആരോപിക്കപ്പെടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും NIA പോലൊരു ഏജൻസി ഇത് അന്വേഷിക്കണം. യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. ഒരു കാരണവശാലും ഈ ഒരു ക്രൂരകൃത്യം ചെയ്ത ആൾക്കാർ ആരാണെങ്കിലും, അത് ഒരാളാണെങ്കിലും ഒന്നിലധികം പേരാണെങ്കിലും, അവർ നിയമത്തിൻ്റെ പഴുതുകളിൽ കൂടി രക്ഷപ്പെടാൻ പാടില്ല. പഴുതടച്ച അന്വേഷണത്തിലൂടെ അവർക്ക് ശിക്ഷ ഉറപ്പാക്കണം. ഒരു ഡോക്ടറാകുക എന്ന് സ്വപ്നം കണ്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഫ്ലൈറ്റ് കയറിയ ഒരു പെൺകുട്ടിക്കാണ് ദാരുണമായ ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടിക്കും അതിൻ്റെ വീട്ടുകാർക്കുമൊക്കെ നീതി ലഭ്യമാക്കണം. അതിനുവേണ്ടിയായിരിക്കണം ഇനിയത്തെ നമ്മുടെ. അതുമാത്രമല്ല, ഈ ഒരു കുട്ടിയുടെ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ നിരവധി മലയാളി കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ ഈ ഇതേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷ, അവിടെ കുടുംബത്തിൻ്റെ, വീട്ടുകാരുടെ, രക്ഷകർത്താക്കളുടെ ആകുലതകൾ, ഇതൊക്കെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഉണ്ട്. തീർച്ചയായിട്ടും അത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതെ.